നിന്റെ ടെൻഷൻ കാണുമ്പോൾ എനിക്കും ടെൻഷൻ അടിക്കുന്നത്. നീ ഒന്ന് സമാധാനപ്പെടും, നമുക്ക് എങ്ങനെയും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്താ മോളെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇറങ്ങാൻ? ഒരു മിനിറ്റ് ചേട്ടാ, എന്തുവാ ചേട്ടാ? എന്തെങ്കിലും സാധിക്കേണ്ട റൂം എടുത്ത് വെക്കണം, അല്ലാതെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ? ചേട്ടാ നിങ്ങൾ അച്ഛൻ്റെ നമ്പർ കൊടുക്കാം വീട്ടിലെ. ഞാനെന്തിനാ അച്ഛൻ? നമ്പർ കൊടുക്കാം. ഹലോ, ആ നിങ്ങളുടെ മകനെ ഒരു പെണ്ണിനെ ഇവിടെ മോശമായ അവസ്ഥയെ കണ്ടിട്ടുണ്ട് കാറിൽ. മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ നാട്ടുകാർ ചിലപ്പോൾ കൈവെക്കും. നാട്ടുകാർ കൈവെക്കുന്നു? ഏത് നാട്ടുകാരാടാ മാറി? നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജീവിക്കുന്ന ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. എന്റെ പിള്ളേർക്ക് എന്തിനും പറ്റിയാണ്ടല്ലോ കുറെ സദാചാരം. ഇവന്റെയൊക്കെ തന്തയല്ലേ, ഇവന്റെ സ്വഭാവമല്ലേ കാണിക്കൂ. എടി നിന്റെ അച്ഛൻ നമ്പർ പറഞ്ഞേ. ചേട്ടാ ഒരു പ്രാവശ്യം നമ്പർ തന്നില്ലേ, എന്തിനാണ് അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കണേ? ചേട്ടാ നിങ്ങളൊക്കെ ആരാട്ടാ? 9552 ഹലോ, ആ തമിഴാ? നീങ്ക മകളെയും ഒരു പയ്യനെയുടെ മോശമായി പാത്തേ. ഇത് ലാസ്റ്റ് വാണിംഗ്. മോളെ ചൊല്ലി അഡ്വൈസ് കോഡ്. പറഞ്ഞാലും മനസ്സിലാവും. കുന്നംകുളം നോക്സ് വിട്ട് 15 ലക്ഷം രൂപ വണ്ടി ചവിട്ടുന്ന വണ്ടി കയറാ. അളിയ, എടാ നീ എവിടാ? നിധി നിന്റെ കൂടെ എങ്ങാനുണ്ടോ? എന്താടാ കാര്യം? എടാ ഇവിടെ കോളേജ് മൊത്തം പ്രശ്നമോ. നിധിയുടെ വീട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്. അവൾ ആരുടെ കൂടെ പോയെന്നൊക്കെയാ പറയുന്നേ. ദേ അവരിപ്പോ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ പോവാന്ന്. നിന്റെ പേരളിയാ കൂടെ പറയുന്നേ. സത്യം പറയളിയാ, അവള് നിന്റെ കൂടെ ഉണ്ടോ? എടാ വിളിക്കാം. കിട്ടിയൊന്നും പോരെ, നിനക്കൊന്നും മതിയായില്ലടാ. ഒരുത്തിയെ കൊണ്ട് മാക്സിമം മുതലാക്കണം കേട്ടോടാ. പോവാണ്. എന്നാ വിട്ടോ പോ. വേഗം എടുത്തോണ്ട് പോടാ. എങ്ങോട്ടടാ? സാറേ, ഞാനീ പറഞ്ഞവൻ ഒരിക്കൽ നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതാ. അന്ന് ഞാൻ അവനൊരു വാണിംഗ് കൊടുത്ത് വിട്ടതുവാ. അവൻ വല്ല കഞ്ചാവോ മയക്കുമരുന്നാണോ വരെ എനിക്ക് നല്ല സംശയമുണ്ട്. സ്പീഡ് കുറക്കളിയാവുന്നു. സമാധാനപ്പെടളിയാ. ഹലോ, ചന്ദ്രനല്ലേ? ഇത് ചൂരവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ മകനല്ലേ ആര്യൻ? ആളുടെ പേരിൽ ഒരു പരാതി ഇവിടെ വന്നിട്ടുണ്ട്. എന്ത് പരാതി? നിധി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയതായിട്ടാണ്. ഞങ്ങൾ അവരുടെ നമ്പർ കുറേ വിളിച്ചു നോക്കി, പക്ഷേ സ്വിച്ച് ഓഫ് ആണ്. നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരും. ശരി, അധികം താമസിപ്പിക്കണ്ട കേട്ടോ. ശരി സാർ. ഓക്കെ. ചോദിച്ചോട്ടോ. അളിയൊന്ന് ഓഫ് ചെയ്യടാ. എടാ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുവാടാ. ഏതങ്ങേര്? ചാച്ചൻ. ജോയ്, ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നേ. എന്റെ വണ്ടി കൊണ്ട് മേരി എന്താ രാവിലെ എന്നെ റോട്ടിലേക്ക് നോക്കി നിൽക്കുന്നേ? എന്താ കാര്യം? ഷൈൻ രാവിലെ ഇവിടുന്ന് കാറ് വെഞ്ചരിക്കണോന്നും പറഞ്ഞ് പോയതാ. കുറച്ച് മുന്നേ വരെ അവന്റെ ഫോൺ ബെല്ലടിച്ചായിരുന്നു. ദേ ഇപ്പൊ സ്വിച്ച് ഓഫ് ആന്നാ പറയണേ. എന്തൊരു കഷ്ടാണ്. ജോയ് ഒരു കാറ് മേടിച്ചിട്ട് അവന്റെ ആവശ്യത്തിന് അത് കിട്ടില്ല എന്ന് വെച്ചാല്. അല്ല, അവന്റെ കോഴ്സിന്റെ കാര്യമൊക്കെ എന്തായി? അവനിപ്പോ ആ കോഴ്സ് ഒന്നും വേണ്ടെന്നാ പറയുന്നത്. വേറെ എന്തേലും കോഴ്സ് ചെയ്യാന്ന്. കുഞ്ഞുമോന്റെ കാര്യം നോക്കുകയാണെച്ച എനിക്കിപ്പോ ഒരു സമാധാനമാണ്. അവനിപ്പോ ജോലി ചെയ്യണം, പുറത്തു പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. പ്രിൻസിപ്പലിനെ കണ്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്നുണ്ട് കോളേജിലേക്ക്. അതന്നെ വലിയൊരു ആശ്വാസം. നിങ്ങളെന്താ ഇപ്പൊ? നീ ആ കാറിന്റെ കീങ് എടുത്തോണ്ടോന്നേ. എന്തേ? പോലീസ് സ്റ്റേഷനിൽ പോണം. നമ്മുടെ കുഞ്ഞുമോനെ ഒരു പെങ്കൊച്ചിനെ അടിച്ചോണ്ട് പോയിരിക്കും. പെങ്കൊച്ചിനെയോ?
കൊച്ചുങ്ങൾ ഓരോന്ന് പറയുമ്പോ വളം വെച്ച് കൊടുത്തപ്പോഴേ കൊച്ചുമോൻ ഏതോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് പോയത്. ഷൈൻ രാവിലെ കാർ എടുത്തോണ്ട് പോയതാ. ഇതുവരെ എത്തിയിട്ടില്ല. അവന്റെ ഫോണ് സ്വിച്ച് ഓഫാ. ജോയ്, ഞാൻ റെഡി ആയിട്ട് വരാം. പോലീസ് സ്റ്റേഷനിൽ പോണം. പെട്രോൾ തീരാറായി. ഇന്നലെ മേടിച്ച വണ്ടിയുടെ പെട്രോൾ തീരാറായെന്നോ? എടാ ഉണ്ണിക്കുളത്തെ പമ്പിൽ കരടാന്ന് പറഞ്ഞ് ചാച്ചൻ എന്തോ ടൗണിൽ കൊണ്ടടിക്കായിരുന്ന അവസ്ഥ. നിന്റെ പൈസ എന്തോ ഉണ്ട്? 100-ൽ താഴെയാ. നീ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കളിയാ? ഒതുക്കേണ്ട ആവശ്യമില്ല. ഒതുങ്ങി. നീ വണ്ടി തള്ളു. ഇറങ്ങി തള്ളു. ഞാനിപ്പോൾ സ്റ്റേഷനിലുണ്ട്. പരാതി എഴുതി കൊടുത്തു. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ തിരക്കുന്നുണ്ട്. ഇവനിട്ട് ഞാൻ നേരത്തെ 2 പൊട്ടിച്ചിട്ടുള്ളതാണ്. ഇതൊരു അലവലാതി ചെക്കൻ. നിനക്ക് വട്ട് സാധനത്തിനൊക്കെ എവിടുന്ന് കിട്ടുന്നടാ? അളിയാ, ഏത് നേരത്താണോ ഇതിനൊക്കെ വിളിച്ച് വണ്ടി കയറ്റാൻ തോന്നിയത്? എടാ ഞാൻ പറഞ്ഞില്ല ഞാൻ ബൈക്കിൽ പോയിക്കോളാം. നീലെന്നെ വലിച്ചു കയറ്റിയത് വണ്ടിയിൽ. ഹൈവേ പോയി കൂത്ത് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആടാവളെ എൻ്റെ അമ്മയുടെ മോളാണല്ലോ വണ്ടി വിളിച്ചിട്ട് ഫാമിലി ട്രിപ്പ് പോവാൻ. നീ എങ്ങനെയല്ലോ അവളെ ഇറക്കി വിട്ടപ്പോ ഇവിടുന്ന്? എടാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണല്ലടാ. നീ സ്നേഹിക്കുന്ന നിന്റെ വീട്ടിൽ കൊണ്ടുപോടാ. അളിയൊന്ന് സമാധാനപ്പെടുന്നേ. എനിക്കൊന്നും കേൾക്കണ്ട. അവളെ ഇപ്പൊ എവിടെ പറഞ്ഞു വിടണം? നീ ഒരു നാരങ്ങ വെള്ളം മേടിച്ചോടി. കൂളാ വേട്ട. പോടാ അവിടുന്ന്. നിധി, നമുക്ക് അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കാം. എന്താ നടന്നതെന്ന് പറഞ്ഞു കൊടുക്കാം. இல்ல இல்ல என்னால் அவரை ஃபேஸ் பண்ண முடியாது. என்னால் நீங்கள் எதுவும் கஷ்டப்பட வேண்டாம். நான் பார்த்துக்கிறேன். നിധി 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 പ്ലീസ് ഇരിക്ക് പ്ലീസ്. നിധി, നീ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം. നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം പ്ലീസ്. நான் தான் போகிறேன்னு சொல்கிறேன்ல. ഒരു റോഡ് പോലും ക്രോസ് അറിയാതെ നീ എങ്ങോട്ടാ പോകാൻ പോകുന്നത്? നിധി, അവൻ്റെ ചാച്ചൻ ആശിച്ച് മേടിച്ച വണ്ടിയാണിത്. ഇത് ഇന്നലെ മേടിച്ച് ഇന്ന് പെട്രോൾ ഇല്ലാതെ വഴി കിടക്കുക. നമ്മൾ അതടിക്കാൻ പോലും കാശില്ല. പ്ലീസ് നീ ഒന്ന് മനസ്സിലാക്കണം. എന്ത് പ്രശ്നമാണ് സാറേ? പിള്ളേർ കറങ്ങാൻ പോയാൽ അവർ വൈകിട്ട് ഇങ്ങ് തിരിച്ചെത്തത്തില്ലേ? തൻ്റെ മോളാണെങ്കിൽ താരെങ്ങനെ ചെയ്യായിരുന്നു? അല്ലാതെ പിന്നെ എന്താ സാറേ പറയുന്നത്? പിള്ളേർക്ക് കറങ്ങാൻ പോകാൻ പറ്റാത്ത നാടൊന്നുമല്ലല്ലോ ഇത്. ആര്യനെ വിളിച്ച് കിട്ടുന്ന നമ്പർ വല്ലതും ഉണ്ടോ കയ്യിൽ? ഇല്ല സാറേ, വേറെ നമ്പരൊന്നും ഇല്ല. ഇതാരാ സാറേ? ഇത് ജോയി, അയൽപക്കോ. മെമ്പറാണോ? പലരും വിളിക്കാറുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ല. പൊളിറ്റിക്സിനോട് വലിയ താല്പര്യമില്ല സാർ. സാറേ, ജോയിയുടെ ഒരു അനന്തരവനുണ്ട്, ഷൈൻ. അവനെയും രാവിലെ അവന് കാണാനില്ല. ജോയി ഒരു കാർ എടുത്തിരുന്നു. അപ്പോൾ അതിലാണ് എല്ലാവരും കൂടെ പോയെന്നാണ് ഒരു സംശയം. വണ്ടി കൂട്ടുകാരൻ. ഹലോ, ചൂരവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ഷാജിയാണ് സംസാരിക്കുന്നത്. നിനക്ക് 2 മണിക്കൂർ സമയം തരാം. എന്തിന്? നീയും ആര്യനും ആ പെണ്ണുമായിട്ട് ഇവിടെ വന്ന് സറണ്ടർ ആയിക്കോണം. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പൂട്ടും. പിന്നെ അറിയാലോ, സകലമാന വകുപ്പൂടെ തലയ്ക്ക് ചേർത്തി നിന്നെ ഞാൻ അകത്താക്കും. നീ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് പൊളിറ്റിക്കലി ഭയങ്കര ഇൻഫ്ലുവൻസാ. അതുകൊണ്ട് അറിയാലോ, 2 മണിക്കൂറിനുള്ളിൽ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് നീയും അവനും അവളും ഹാജരായിക്കോണം. ഇല്ല, വരാം സാർ. പ്രോമിസ് സാർ. അമ്മ സത്യം. അളിയാ, മൊത്തം പ്രശ്നമായി. എന്ത് പറ്റി? പോലീസാ വിളിച്ചത്. അവളുടെ അപ്പൻ അവിടുത്തെ ഏതോ വലിയ ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇനി നാളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. നല്ല ഇടിയും കിട്ടും, ജയിലിലും പിടിച്ചിടും. നീ ഇങ്ങനെ എടുത്ത് വിറയ്ക്കാതെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം ഉണ്ടാക്കുന്നത്? കയ്യിലാണ് 5 പൈസയില്ല, വണ്ടിയിലാണ് പെട്രോളും ഇല്ല. അവളെ ഇതായിരിക്കും നമ്മുടെ വിധി. അവളുടെ വിഷമഘട്ടത്തിൽ നമ്മൾ സഹായിക്കണ്ടടാ. ഹൈവേ സേഫ് അല്ല, തീരദേശം വഴി പോവാം. നടക്ക്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു പുല്ല്. ചേട്ടാ ഫിനാൻസ് എവിടെയാ? മാല പണയം വെക്കാൻ അവിടെ ഉണ്ട്. പിന്നെ അങ്ങേ സൈഡിലുണ്ടോ?